ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ റെസിപ്പിയിലേക്ക് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇന്ന് മധുരക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 4 മധുരക്കിഴങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. മണ്ണും പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോകാനായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഇവിടെ കഴുകി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. വെള്ളം ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് നമുക്ക് ഇതിലിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ഒന്ന് മാഷ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യും കൂടിയാണ്. നെയ്യ് ചേർത്തിട്ട് ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ മാവ് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെയാണ് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ട് ഒരു അടപ്പ് വെച്ച് അടയ്ക്കണം. എന്നിട്ടത് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ വേവാനായിട്ട് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് മാഷ് ചെയ്ത് വെക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്കിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും 2-3 പച്ചമുളകും കൂടിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യമായിട്ടുള്ള ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എല്ലാ എരിവും മഞ്ഞളൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്നും ആവാനായിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾ മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വെജിറ്റബിൾ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജ് മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോസാണ്, നമ്മുടെ മധുരക്കിഴങ്ങാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള നല്ലൊരു ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവെടുത്ത് ചപ്പാത്തിക്ക് എടുക്കുന്നതിലും കുറച്ചും കൂടി അധികം മാവ് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കണം. ആദ്യം ഒന്ന് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കാം. എന്നിട്ട് പൊടിയിലൊന്ന് അമർത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം അതിലുള്ള പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഏകദേശം ഒരു 3 സ്പൂണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 സ്പൂണ് ഫില്ലിങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് ഓരോ വശങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ മടക്കി ഇത് നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് പോലെ അതേപോലെ തന്നെ ബോളാക്കി എടുക്കണം. എന്നിട്ടൊന്ന് പരത്താം. കൈവച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഒന്ന് പൊടിയിലൊക്കെ മുക്കി ഒന്ന് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് ചപ്പാത്തിയേക്കാളിലും കുറച്ചും കൂടി കട്ടിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ള ഫില്ലിങ് എല്ലാ ഭാഗത്തും ഒരേപോലെ വരണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്നായിട്ട് തുടച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് 2 പ്രാവശ്യം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചട്ടുകോ എന്തെങ്കിലും കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ആരോഗ്യത്തിനും നല്ലത് നെയ്യ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നെയ്യാണ് നല്ലത്. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നേരത്തെ പരത്തി വയ്ക്കുകയാണെങ്കിൽ മാവ് വല്ലാതെ സോഫ്റ്റ് ആയതുകൊണ്ട് അവിടെ എവിടെയായിട്ട് ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് അപ്പോൾ പരത്തിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. നേരത്തെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഇതിൻ്റെ മേലിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കായിട്ട് എന്നാലേ നെയ്യൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് വരുന്നു. ഇത്തിരി സമയമെടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതിൻ്റെ ടേസ്റ്റ് ശരിയായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി നമ്മളിത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്, നെയ്യൊക്കെ ഒഴിച്ച്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.
നമ്മുടെ സ്റ്റഫ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ 5 സ്വീറ്റ് പൊട്ടറ്റോ പൊറോട്ട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടല്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കൂ. വീണ്ടും കാണാം. ബൈ.